CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 16ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ. ഊഷ്മളമായ സൗഹൃദ കാഴ്ചകൾക്കും കൗതുകങ്ങൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയായി. നിയമസഭയിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കുന്നംകുളം MLA AC മൊയ്തീൻ LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDFന്റെയും ചാത്തന്നൂർ MLA BB ഗോപകുമാർ BJPയുടെയും സ്ഥാനാർത്ഥികൾ. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് 3 വർഷം പിന്നിട്ടിട്ടും നീതി ലഭിച്ചില്ലെന്ന് ആക്ഷേപം. ക്രൂരമായ പോലീസ് മർദ്ദനത്തിനെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതികൾ LDF സർക്കാർ മുക്കിയെന്നും UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുജിത്ത്. കടങ്ങോട് പഞ്ചായത്തിൽ വർഷങ്ങളായി തകർന്നുകിടക്കുന്ന വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ റോഡ് ഉപരോധിച്ചു. MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് വീട്ടമ്മമാർ. വേലൂർ മണിമലർക്കാവ് പരിസരത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം നഗരസഭാ ജീവനക്കാരൻ മരിച്ചു. തയ്യൂർ പഴങ്കൻ ഫ്രാൻസിസിന്റെ മകൻ ജോസഫ് എന്ന റിൻഡോയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ശുചിത്വ പോർക്കുളം ക്യാമ്പയിന് തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പോർക്കുളം സെന്ററിൽ പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. കുന്നംകുളം നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് പതിവാകുന്നു. പഴയ ജവഹർ തിയേറ്ററിന് മുൻവശത്തെ ജംഗ്ഷനിൽ 3 പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായി. കുടിവെള്ളം പാഴാകുന്നത് പതിവായതോടെ നാട്ടുകാരുടെ പ്രതിഷേധമുയരുന്നു. അങ്കണവാടികളിൽ പോഷകസമൃദ്ധമായ ഭക്ഷണം ഉറപ്പുവരുത്താൻ ചൊവ്വന്നൂർ ബ്ലോക്ക് ICDSും കാട്ടകമ്പാൽ പഞ്ചായത്തും ചേർന്നു നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. പോഷൺ പക്വാഡ എന്ന പേരിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ നടപ്പിലാക്കി വരുന്ന സൗജന്യ കായിക പരിശീലനം സമാപിച്ചു. സിന്തറ്റിക് ട്രാക്കിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90ാം വാർഷികാഘോഷം മെയ് 23 ശനിയാഴ്ച വൈകിട്ട് 5:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം 500 റോഡിൽ ഗേൾസ് സ്കൂളിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പൊതുയോഗം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ വടക്കേക്കാട് മേഖലാ കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ച് ഈ മാസം 28-ന് 4 കല്ല് MNT ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് അഡീഷണൽ ICDS പോർക്കുളം പഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പോഷൺ പക്വാഡ പദ്ധതിക്ക് തുടക്കമായി. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും സമാപിച്ചു. കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് തുടക്കം. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.